ഇല്ലത്ത് നിന്ന് തിരിച്ചു അമ്മാത്ത് എത്തിയിട്ടില്ല. അപ്പം ആ നിലയിൽ നിൽക്കുകയാണ് അൻവർ. ന്യായമായൊരു സീറ്റ് ലഭിക്കണമെന്ന് ഇപ്പോൾ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുസ്ലിം ലീഗ് പഴയ ആര്യാടൻ വിരോധമെല്ലാം മറന്നിട്ട് ഷൗക്കത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് എന്ന് പൊതുവേ കരുതപ്പെടുന്നു. ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസ് സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ, UDF സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മറ്റൊരു സരിനായി അവിടെ അവതരിക്കുമോ? പരസ്പരം മത്സരിച്ച് വഖഫിന് വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വഖഫ് ഭേദഗതിക്കെതിരെ നിൽക്കുമ്പോൾ, ഇപ്പോൾ കോടതിയിൽ പരിഗണനയിലാണ്. വിധി എന്ത് തന്നെയായിരുന്നാലും മുസ്ലിം ജനസാമാന്യത്തെ കൂടെ നിർത്താനുള്ള ഒരു തിടുക്കം, ഒരു വെപ്രാളം രണ്ടിടത്തുമുണ്ട്. കാരണം PV Anwar ആദ്യം മുതലേ പറയുന്ന പേര് ആര്യടൻ ഷൗക്കത്തിൻ്റെ പേരല്ല പറയുന്നത്, ജോയിയുടെ പേരാണ് പറയുന്നത്. അവിടെ PV Anwar മനസ്സിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കുമോ PV Anwar ഈ ജോയിയുടെ പേര് പറയുന്നത്? ഒരു മുസ്ലിം മുഖം ഉയർന്നു വരണ്ട, താനിരിക്കുമ്പം തലയിരിക്കുമ്പം വാലാടണ്ട എന്ന ഒരു ചിന്ത ഒരു പക്ഷേ PV Anwarനെ മതിക്കുന്നുണ്ടാവും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വലിയൊരു തിരഞ്ഞെടുപ്പ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂരിലെ രാഷ്ട്രീയം എന്താണ്? PV Anwar ഫാക്ടർ ഇനിയും അവിടെ നിലനിൽക്കുന്നുണ്ടോ? CPM തങ്ങളുടെ സീറ്റ് നിലനിർത്തുമോ? ഇന്ന് ഈ വിഷയമാണ് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം. നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും PV Anwar ഫാക്ടർ നിലനിൽക്കുന്നുണ്ടോ? അൻവർ ഒരു പ്രതിഭാസമാണ് എന്ന് അൻവർ വിശ്വസിക്കുന്നു. എത്ര പേരാണത് വിശ്വസിക്കുന്നതെന്നറിയില്ല. അൻവറിന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ 2016-ലും 2021-ലും ലഭിച്ച വോട്ട്, അത് CPMൻ്റെ വോട്ടാണ്. അൻവർ ഫാക്ടർ വളരെ പരിമിതമാണ് എന്നതാണ് CPMൻ്റെ ഒരു വാദഗതി. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഒരു മേഖല, അവിടെ നിരന്തരമായി കോൺഗ്രസ് പാർട്ടി വിജയിച്ചു വരുന്നു. ആര്യാടൻ മുഹമ്മദ് എന്ന ശക്തനായ കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു പോക്കറ്റ് ബറോ, ഒരു ഫീൽഡമായി ദീർഘകാലം 1987 മുതൽ നിരന്തരം 6 തിരഞ്ഞെടുപ്പുകളിൽ പരാജയമറിയാതെ നിലമ്പൂർ സീറ്റ് അദ്ദേഹം നിലനിർത്തി. ആ ഒരു കോൺഗ്രസിൻ്റെ കുത്തക പൊളിക്കാനായി CPM കണ്ട ഒരു സ്വതന്ത്ര വേഷമാണ് PV Anwarൻ്റെ, മുൻ കോൺഗ്രസ്സുകാരൻ കൂടിയായ PV Anwar. അവർ TK ഹംസയിലൂടെ മുൻകാലത്ത് ഈ വിജയിച്ച ഒരു ഫോർമുല അൻവറിലൂടെ വീണ്ടും ഒന്നുകൂടി പൊടി തട്ടിയെടുത്ത് വീണ്ടും വിജയം നേടുകയാണ്. പക്ഷേ ആ ഒരു സാഹചര്യം മാറിയിരിക്കുന്നു. അൻവർ ഉയർത്തിയ ഒരു കൊടുങ്കാറ്റ് ആദ്യം ഇടതുപക്ഷത്തിനുള്ളിൽ നിന്നുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുകയും പിന്നീട് വലിയ തോതിൽ കലാപത്തിലൂടെ അത് പുറത്തു പോവുകയും ചെയ്തതിന് ശേഷം പുതിയൊരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇപ്പോഴും UDFിൻ്റെ ഭാഗം ആയിട്ടില്ല. ഇല്ലത്ത് നിന്ന് തിരിച്ചു അമ്മാത്ത് എത്തിയിട്ടില്ല. ആ നിലയിൽ നിൽക്കുകയാണ് അൻവർ. അൻവറിന് കൂടി സ്വാധീനമുള്ള സ്ഥലമായി ഇത് അംഗീകരിക്കപ്പെടണമെന്ന് അൻവറിൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ ഏതാനും ആയിരങ്ങൾ തിരിഞ്ഞാൽ പോലും വിജയപരാജയങ്ങളെ അത് ബാധിക്കാം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസ് പാർട്ടി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ. കാരണം ആൻറ്റി ഇൻകംബൻസി ഒരു യാഥാർത്ഥ്യമാണെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധം, അത് നമ്മൾ ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ കണ്ടു. ഉമ്മൻചാണ്ടി മരിച്ചതിന് സഹതാപതരംഗമാണെന്ന് വേണമെങ്കിൽ പറയാം. പാലക്കാട് ഉഗ്രമായ രാഷ്ട്രീയ പോരാട്ടം അവിടെ നടന്നു. അവിടെ കോൺഗ്രസിന് മികച്ച വിജയം, കോൺഗ്രസ്സുകാർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം ഉണ്ടായി. അതുപോലെ തന്നെ ഈ ഉമാ തോമസ് വിജയിച്ചു വന്ന തൃക്കാക്കര തിരഞ്ഞെടുപ്പ്, PT തോമസിൻ്റെ മരണത്തെ തുടർന്നുണ്ടായ തിരഞ്ഞെടുപ്പ്, ഇവിടെ എല്ലാം തന്നെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് പെട്ടെന്ന് തന്നെ, അതൊരു പുതിയ ശൈലിയാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൻ്റെ ആ അവസാന നിമിഷങ്ങളിലാണ് പലപ്പോഴും സ്ഥാനാർത്ഥി പേര് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നും വിഭിന്നമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കോൺഗ്രസ് പാർട്ടി പേര് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തകൃതിയായ നീക്കങ്ങൾ, ഇടതുപക്ഷത്ത് അതിനുള്ള നീക്കങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഒരുപക്ഷെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അൻവറിനെ പോലെ പൊതുസ്വീകാര്യനായ, വിതിൻ കോട്സ് പൊതുസ്വീകാര്യനായ ഒരു സ്വതന്ത്ര വേഷം, അത് ഒരുപക്ഷെ ഷറഫ് അലി ആകും. ഷറഫ് അലി എന്ന ഫുട്ബോൾ താരം, മുൻകാല താരം, അപ്പം അർജൻറ്റീന ഇതിഹാസം ഡിയേഗോ മാറഡോണയെ ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവന്ന്, പിന്നെ അത് ബോബി ജഗ്മുണ്ടോനാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇതാ സാക്ഷാൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു, അർജൻറ്റീന ടീം തന്നെ വരുന്നു. ഇതെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള ഒരു ഫുട്ബോളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ, പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ ഒരു വികാരം, മുസ്ലിം
വികാരം എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫുട്ബോൾ അതെ. വികാരം കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഒരു എയറിലുണ്ട്, അന്തരീക്ഷത്തിലുണ്ട്. അതൊക്കെ ഒരു ഭാവനാപരമായി പലരും പടച്ചുവിടുന്നതാകാം, ശരിയാകാം, തെറ്റാകാം. പക്ഷേ കോൺഗ്രസിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ചർച്ചകൾ നടക്കുന്നു. രണ്ട് പേരുകൾ, ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. അൻവറിനോട് പരാജയപ്പെട്ടയാളാണ്. അതിനുശേഷം പിന്നെ മത്സരിച്ചിട്ടില്ല. അതിനുശേഷം മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി മരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് വി പ്രകാശ്. അപ്പം അദ്ദേഹത്തിന് ആര്യാടനോട് ഇപ്പോഴും മുൻകാല ആര്യാടൻ്റെ സപ്പോർട്ടേഴ്സിന് ഇപ്പോഴും ആ ഫാമിലിയോടൊരു സ്നേഹമുണ്ട്. ആ പേരും വളരെയധികം ആര്യാടൻ സ്വീകാര്യമാണ്. അത് പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തെ UDF-നുള്ളിൽ തന്നെ നിന്ന് ചോദ്യം ചെയ്യാൻ ധൈര്യം കാട്ടിയ ഏക കോൺഗ്രസ് നേതാവാണ് ആര്യാടൻ മുഹമ്മദ് എന്ന് ഓർക്കണം. അതുകൊണ്ട് ആര്യാടൻ്റെ പ്രിയപുത്രൻ ഷൗക്കത്ത്, ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹത്തിന് ന്യായമായൊരു സീറ്റ് ലഭിക്കണമെന്ന് ഇപ്പോൾ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുസ്ലിം ലീഗ് പഴയ ആര്യാടൻ വിരോധമെല്ലാം മറന്നിട്ട് ഷൗക്കത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് എന്ന് പൊതുവേ കരുതപ്പെടുന്നു. അതേസമയം ആ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗമാണ് ക്രിസ്ത്യാനികൾ. മുസ്ലിം ഭൂരിപക്ഷമാണ്, 50% മുസ്ലിങ്ങളാണ്, ഒരു 40% ഹിന്ദുക്കളാണ്, 8% ക്രൈസ്തവ ജനസാമാന്യം. പക്ഷേ കുടിയേറ്റ മേഖലയാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നും അല്ലെങ്കിൽ ഇടുക്കി ജില്ലയുടെ ഭാഗത്തുനിന്നും എറണാകുളത്തും ഒക്കെ കുടിയേറി വന്ന ഒരു ക്രൈസ്തവ വിഭാഗം അവിടെയുണ്ട്. അവിടെ തന്നെ ഉള്ള ആളുകളുമുണ്ട്. അത് 8% താഴെയാണ്. പക്ഷേ അവിടെ BS ജോയ് എന്ന കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ചെറുപ്പക്കാരനാണ്. ജനസമ്മതനാണ്, നിറഞ്ഞു നിൽക്കുകയാണ്, തദ്ദേശവാസിയുമാണ്. അതെ. അപ്പം അങ്ങനെ ഒരു കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം, ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ തലമുറ മാറ്റം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെക്കാൾ ക്രെഡിബിലിറ്റി പല കോൺഗ്രസ്സുകാരും കാണുന്നത് BS ജോയിലാണ്. അപ്പം ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസ് സീറ്റ് ലഭിക്കുന്നില്ല എങ്കിൽ, UDF സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മറ്റൊരു സരിനായി അവിടെ അവതരിക്കുമോ? അല്ല, അത് തന്നെ ആയിരിക്കോ ഈ CPM വെയിറ്റ് ചെയ്യുന്നതിന്റെ കാര്യം തന്നെയാണ്. ഷൗക്കത്ത് വരുമോ എന്ന് CPM-ന് ഒരുപാട് അടവ് നയങ്ങളുണ്ട് എല്ലാ കാലത്തും. ചിലതൊക്കെ ജയിച്ചിട്ടുണ്ട്, ചിലതൊക്കെ ചീറ്റിപ്പോയിട്ടുണ്ട്. സരിൻ്റെ കാര്യത്തിൽ അത് 8 നിലയിൽ പൊട്ടുന്നു നമ്മൾ കാണും, തീർച്ചയായും 3-ാം സ്ഥാനത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതുപോലെ ഒരു ഭാവപ്പകർച്ച CPM-ന് ആഗ്രഹിക്കാനാവുമെങ്കിൽ കോൺഗ്രസ് വോട്ടുകളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും അടർത്തിയെടുക്കാനായി ആര്യാടൻ ഷൗക്കത്ത്, അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി CPM വെയിറ്റ് ചെയ്യുന്നത്. കോൺഗ്രസ് ഒരു പക്ഷേ കൂടുതൽ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ സമീപനവും വഖഫ് നിയമത്തെക്കുറിച്ചുള്ള, അവിടെ രണ്ടും കോൺഗ്രസും CPM-ഉം ദേ ആർ ഓൺ ദ സെയിം പേജ്. അത് മുസ്ലിം ഭൂരിപക്ഷത്തെ എങ്ങനെയാണ്, ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത്, അപ്പം ഏത് UDF-ലേക്ക് തിരിയുമോ LDF-ലേക്ക് തിരിയുമോ എന്നത് പാൻ കേരള അടിസ്ഥാനത്തിൽ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപം, അല്ലെ കാര്യത്തിലേക്കുള്ള ഒരു പ്രൊജക്ഷൻ എന്ന നിലയിൽ കാണുന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകുന്നത്. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, നിലമ്പൂരത്തെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫാക്ടർ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സർക്കാർ വിരുദ്ധത അല്ലെങ്കിൽ ഒരു പിണറായി സർക്കാരിനെതിരായിട്ട് നിലനിൽക്കുന്ന ഒരു രീതികളും കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നത് രണ്ട് മുന്നണികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയല്ലേ? രണ്ട് മുന്നണികൾക്കും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ വഖഫ് വിഷയം, രണ്ട് മുന്നണികളും UDF LDF എന്ന പ്രബല മുന്നണികൾ പരസ്പരം മത്സരിച്ച് വഖഫിന് വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വഖഫ് ഭേദഗതിക്കെതിരെ നിൽക്കുമ്പോൾ, ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് വിധി എന്ത് തന്നെയായിരുന്നാലും മുസ്ലിം ജനസാമാന്യത്തെ കൂടെ നിർത്താനുള്ള ഒരു തിടുക്കം, ഒരു വെപ്രാളം രണ്ടിടത്തുമുണ്ട്. അതിൽ നിന്നും രഹസ്യമായി നേട്ടം കൊയ്യാൻ സാധ്യതയുള്ളത് BJP-ക്കാണ്. കേവലം 5% വോട്ട് ഷെയർ മാത്രമാണ് BJP-ക്ക് നിലമ്പൂർ നേരത്തെ 2021 ഉണ്ടായിരുന്നത്. അതിൽ നിന്നും എന്തായാലും വളരെ മുകളിലേക്ക് പോകും എന്നത് നിസ്തർക്കമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ BJP-ക്ക് വർദ്ധിച്ചു വരുന്ന, വിജയസാധ്യതയുള്ള മണ്ഡലമല്ല നിലമ്പൂർ എന്ന് BJP-ക്കാർ പോലും സമ്മതിക്കും. പക്ഷേ BJP-ക്ക് കൂടുതലായി ലഭിക്കുന്ന വോട്ടുകൾ LDF-ന്റെ അക്കൗണ്ടിലാണോ UDF-ന്റെ അക്കൗണ്ടിലാണോ നഷ്ടപ്പെടുന്നത് എന്നത് ജയപരാജയങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ്. ഈ ജോയിയെ പിന്തുണയ്ക്കുന്നത് PV അൻവറാണ്. കാരണം PV അൻവർ ആദ്യം മുതലേ പറയുന്ന പേര് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരല്ല പറയുന്നത്, ജോയിയുടെ പേരാണ് പറയുന്നത്. അവിടെ PV അൻവർ മനസ്സിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കുമോ PV അൻവർ ഈ ജോയിയുടെ പേര് പറയുന്നത്? ഒരു മുസ്ലിം മുഖം ഉയർന്നു വരണ്ട, തലയിരിക്കുമ്പം വാലാടണ്ട എന്ന ഒരു ചിന്ത ഒരു പക്ഷേ PV അൻവറിനെ മതിക്കുന്നുണ്ടാവും. സർവ്വതാ സ്വീകാര്യമായ ഒരു മുസ്ലിം ഫെയ്സ് എന്ന നിലയിൽ ആ പ്രദേശത്ത് ഭാവിയിലും തലയുയർത്തി നിൽക്കണമെങ്കിൽ
ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഒരു കൾട്ട് ഫിഗറായി, ഫാദറിന് ശേഷം ആര്യാടൻ ഷൗക്കത്ത് ഒരു കൾട്ട് ഫിഗറായി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കുത്തക മണ്ഡലമായി മാറും. VC ജോയിയുടെ ക്രെഡൻഷ്യൽസ് മറ്റൊന്നാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സ്വീകാര്യനാണ്, പക്ഷേ സാമുദായിക സമവാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യൻ ഫേസ് എന്ന നിലയിൽ പിന്നെ ജോയിയുടെ സാധ്യത വ്യത്യസ്തമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ PV അൻവറിൻ്റെ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട്. ആദ്യ കണക്കുകൂട്ടലനുസരിച്ച് തൻ്റെ ശക്തി തെളിയിക്കണം, താനാണ് വിജയിപ്പിച്ചെടുത്തത് എന്ന് പറയാൻ കഴിയണം. പ്രിയങ്ക ഗാന്ധി വിജയിപ്പിച്ചെടുത്തത് PV അൻവർ ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷം, അത് വയനാട് മണ്ഡലത്തിലെ ഭാഗമാണ് അല്ലേ. വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് ഒക്കെ മലപ്പുറം ജില്ലയിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ സെഗ്മെൻറ്റ്സ് ആണ്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയുണ്ട്, പിന്നീട് വയനാട് ജില്ലയിലെ തന്നെ 3 മണ്ഡലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് മലപ്പുറത്തിന് മുസ്ലിം ലീഗിൻ്റെ ഒരു ചിന്ത എന്താണ്? പരമാവധി പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഒരു തോൽവി ഉണ്ടാകരുത്, കൊണ്ട് പരമാവധി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്രാവശ്യം യാതൊരു പടലപ്പിണക്കവും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഉണ്ടാവില്ല. മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കേണ്ടത്, ഞങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ മതി, ജയിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കുന്നതിൽ ആശ്ചര്യമില്ല, കാരണം തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അങ്ങനെ ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കും. പക്ഷേ അതിലെല്ലാം കോൺഗ്രസ് വ്യക്തമായ ഒരു തീരുമാനം എടുക്കും. ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുക എന്താണോ അതിനൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗ് ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു വയ്ക്കുകയാണ്. അത് എക്കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ ജയിച്ചു കഴിയുമ്പോൾ 5ാമത്തെ മന്ത്രിയും 6ാമത്തെ മന്ത്രിയും ഒക്കെ ചോദിച്ചെന്നിരിക്കാം. അത് മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രമാണ്. ഇപ്പം എല്ലാ പാർട്ടികളും നിലനിൽപ്പിന് വേണ്ടി മുന്നണിക്കുള്ളിൽ തന്നെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം സ്ഥാനം മെച്ചപ്പെടുത്താനുള്ള പോരാട്ടത്തിലാണ്. പക്ഷേ ഇവിടെ UDFിനുള്ളിൽ ഒരു പടലപിണക്കം പ്രതീക്ഷിക്കുന്നില്ല. LDFിനുള്ളിൽ ഇപ്പോൾ നിലവിൽ LDFിന് സിറ്റിംഗ് സീറ്റാണ് എന്നത് മാത്രമാണ് ഒരു സമ്മർദ്ദം. പക്ഷേ ഇത് അൻവർ ഇഫക്റ്റ് ആണ് എന്ന് സമ്മതിച്ച് കൊടുക്കേണ്ടി വരും. LDFിൻ്റെ വോട്ട് ഇപ്പോൾ പരാജയപ്പെട്ടാൽ അതിനർത്ഥം എന്താണ്? അൻവർ ശക്തനായിരുന്നു. LDF പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അൻവർ LDFിനോടൊപ്പം ചേർന്ന് നിന്നതുകൊണ്ട് മാത്രമാണ് 2000-ൽ പരം വോട്ടുകൾക്ക് അയാൾക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ LDFിന്റെ ഭാഗമായിരുന്നില്ല എങ്കിൽ അൻവർ അവിടെ പരാജയപ്പെടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ LDFിന്റെ കരുത്താണ് അവിടെ കാണാൻ കഴിയുന്നതാണ് CPM-കാർ പറയുന്നത്. തിരിച്ചും സംസാരിക്കാം, തിരിച്ചും പറയാം. LDFിന്റെ ഭാഗമല്ലായിരുന്നു അൻവർ, UDFിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെങ്കിൽ എത്ര അധികം വോട്ടും ജയിക്കാമായിരുന്നു. 2700 വോട്ടിനാണ് അൻവർ 2021-ൽ ജയിച്ചു വരുന്നത്. അതിന് മുൻപ് 11,500-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം 2016-ൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അത് കുറഞ്ഞു വന്നു. അപ്പോൾ അൻവറിൻ്റെ പ്രഭാവം തള്ളിക്കളയാനാവില്ല. തീർച്ചയായും അൻവറിന് ഒരു പ്രത്യേക ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അൻവർ ഉയർത്തിയ ചില വാദങ്ങൾ അത് കോൺഗ്രസ് ഉയർത്തുന്ന വാദവുമായിട്ട് കൺവേർജ് ചെയ്ത് പോകുന്ന വാദമാണ്. പക്ഷേ അവരൊന്നിച്ചിട്ടില്ല. അതിനുള്ള ഒന്നിക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ ആദ്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ നിൽക്കുന്നു, അതിനുശേഷം അതിൽ നിന്ന് തന്നെ ഒരു വലിയൊരു വിസ്ഫോടനത്തോടു കൂടി പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നതിന് ശേഷം DMK എന്ന് പറയുന്ന പാർട്ടിയുമായി ചേരുമെന്ന് പറയുന്നു. അതിനുള്ള ചർച്ചകളെല്ലാം നടക്കുന്നു. പിന്നീട് അതിൽ നിന്ന് മാറി വീണ്ടും തൃണമൂൽ എന്ന് പറയുന്ന ഒരു കക്ഷിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചാട്ടം മറുകണ്ഠം ചാടി പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ PV അൻവറിനെ സംരക്ഷിക്കേണ്ട ബാധ്യത യഥാർത്ഥത്തിൽ UDFിനുണ്ടോ? തൃണമൂലിൽ ചേർന്ന അൻവറിനെ തൃണവൽഗണിക്കാൻ കോൺഗ്രസിന് എത്രത്തോളമാകും? കാരണം തൃണമൂലും കോൺഗ്രസും തമ്മിൽ ഇന്ത്യ മുന്നണി ഘടകകക്ഷികളാണെങ്കിൽ പോലും കേരളത്തിൽ അങ്ങനെ ഒരു തൃണമൂലൊന്നുമില്ല. കേരളത്തിൽ അങ്ങനെ ഒരു ബംഗാൾ പാർട്ടി മാത്രമാണ് തൃണമൂൽ. മറ്റു സംസ്ഥാനങ്ങളിൽ ബംഗാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ ഉണ്ടാകാമെന്നല്ലാതെ വോട്ടർമാരായ ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് അൻവറിൻ്റെ ഒരു സാധ്യത DMK എന്നത് കുറച്ചുകൂടെ സാധ്യതയുള്ളൊരു കാര്യമായിരുന്നു. അതിർത്തി ജില്ലകളിലെങ്കിലും ഒരു ദ്രാവിഡ പാർട്ടിയുടെ ഒരു പേരിൽ. പക്ഷേ അത് സ്റ്റാലിൻ വേണ്ട ഒരു സഹകരണം ചെയ്തില്ല. കാരണം CPM-നെ പിണക്കാൻ സ്റ്റാലിൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ്. പക്ഷേ ഈ പരീക്ഷണം, അൻവറിൻ്റെ പരീക്ഷണം വിജയിച്ചാൽ അൻവർ ഭാവിയിൽ ഒരുപക്ഷെ കോൺഗ്രസുമായി കടുത്ത വിലപേശൽ നടത്തി കാര്യങ്ങൾ ചെയ്ത് ഒരിക്കൽ കൂടി കോൺഗ്രസിൽ നിന്നും വീണ്ടും ചെല്ലുകയും തിരിച്ചു പോവുകയും ചെയ്യേണ്ടി, അല്ലെ UDFിൽ ചേരുകയും ഒരു മന്ത്രിസ്ഥാനമായിരിക്കും അദ്ദേഹത്തിന് ആവശ്യം. അൻവറിന് ആവശ്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ മണ്ഡലവും ഒരു ഘടകകക്ഷി എന്ന പരിഗണനയും. ആ ഘടകകക്ഷി വിജയിച്ചു വരുമ്പോൾ മന്ത്രിസഭയിൽ UDF മന്ത്രിസഭയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു മന്ത്രിസ്ഥാനവും ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് ഒരു പക്ഷേ UDFിൻ്റെ ആകമാന സ്കീം ഓഫ് തിങ്സിൽ അൻവർ ഇല്ലാതെ തന്നെ അങ്ങ് വിജയിച്ചു വരാമെങ്കിൽ ആ ഒരു ബാധ്യത ഒഴിവാകും എന്ന ചിന്ത UDFിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു പക്ഷേ ഉണ്ടാകും. അൻവർ മുൻപും കോൺഗ്രസിന് ഒരു ബാധ്യതയായിരുന്നു. തീർച്ചയായും വീണ്ടും ഒരിക്കൽ കൂടി വേണ്ടാത്ത വയ്യാവേലി വിരിച്ച് തലയിൽ വെക്കുന്നു. പക്ഷേ നിലമ്പൂർ വിജയിക്കാൻ അൻവറിന്റെ സഹായം വേണം എന്നും കോൺഗ്രസ്സുകാർ രഹസ്യമായി പറയുന്നുണ്ട്. തീർച്ചയായും. മറ്റൊന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഒരു പുതിയ ആൾ വരുന്നു, രാജീവ് ചന്ദ്രശേഖർ. CPM ജനറൽ സെക്രട്ടറിയായി MA ബേബി വരുന്നു. ഈ പ്രബലമായ 2 രാഷ്ട്രീയ കക്ഷികളിലും പ്രബലരായ 2 നേതാക്കൾ എത്തുകയാണ്. അവർ വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. നേരത്തെ പറഞ്ഞ പോലെ BJPക്ക് വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുക എന്നത്, CPM-ന് സീറ്റ് നിലനിർത്തുക എന്നത്, ഇനി നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ പക്ഷത്തിലേക്ക് പോകുകയാണെങ്കിൽ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നത്. അപ്പോൾ ഈ 3 കക്ഷികളുടെയും പ്രബലമായിട്ടുള്ള ചിന്താഗതി നിലമ്പൂർ എങ്ങനെയും കൈക്കലാക്കുക എന്നുള്ളത് തന്നെയല്ലേ?
തീർച്ചയായും ഇന്ന് രണ്ട് കക്ഷികൾക്ക് പുതിയ നേതൃത്വം വന്നു. ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നു, സി പി എമ്മിന് എം എ ബേബി ദേശീയ തലത്തിൽ വരും, സംസ്ഥാന തലത്തിൽ എം വി ഗോവിന്ദൻ തുടരുന്നു. അതുകൊണ്ട് ആ ഒരു പോരാട്ടം തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. മലപ്പുറം ജില്ല ഒരു സംസ്ഥാനമായി മാറുന്നു, രാജ്യം തന്നെയായി മാറുന്നു. അതുകൊണ്ട് മലപ്പുറത്ത് വെച്ച്, അതും ഈ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ്, എനിക്ക് തോന്നുന്നത് വഴിക്കടവ്, നിലമ്പൂർ, ആ ഒരു കിഴക്കൻ മേഖലയിലാണ്, മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ചുങ്കത്തറയോ മറ്റോ വെച്ച് നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതിൻ്റെ അനുരണങ്ങൾ ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ഉണ്ടാകുമോ? അത് എൽ ഡി എഫിനാണോ ബി ജെ പിക്കാണോ സഹായം ചെയ്യുക? ഇതൊന്നും വെള്ളാപ്പള്ളി തടിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം അനവസരത്തിലൊരു പ്രസ്താവന നടത്തിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ എന്തൊക്കെയോ നിശ്ചയിച്ചുറപ്പിച്ച മട്ടിൽ തന്നെയാണ് സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചോട്ടെ എന്ന രീതിയിലാണ്. ഇതിൽ വെള്ളാപ്പള്ളിയുടെ നാവ് ബി ജെ പിയുടെ അതാണെന്ന് കോൺഗ്രസ് പറയുകയും എന്നാൽ തിരിച്ച് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച് പറയുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലും ഒരു ഞെട്ടലുണ്ടായി. ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കി വെക്കാൻ വെള്ളാപ്പള്ളി നടേശനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കാര്യങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ബി ഡി ജെ എസിൻ്റെ നേതാവാണ്. വെള്ളാപ്പള്ളി നടേശൻ പഴയ ഈഴവ സമുദായത്തിൻ്റെ ഒരു CPM അനുകൂല ഒരു മുഖമായി ഇപ്പോഴും വരുന്നു, അങ്ങനെ തെളിച്ചു പറയുന്നില്ല എങ്കിൽ പോലും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന CPM-ൽ നിന്നും ബി ജെ പിയിലേക്ക് ഉണ്ടാകുന്ന ഈഴവ സമുദായത്തിലെ ചില അംഗങ്ങളുടെയെങ്കിലും ഒഴുക്ക്, അതിൻ്റെ അളവ് അളക്കുന്ന ഒരു മാപിനി കൂടിയാകും നിലമ്പൂർ. അത് വെള്ളാപ്പള്ളി ഫാക്ടർ എന്ന് കൃത്യമായി പറയാനാവില്ല എങ്കിലും അതിന് ബി ജെ പിയുടെ എത്രത്തോളം ഈഴവ സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ബി ജെ പിക്ക് കഴിയുന്നു, എൽ ഡി എഫിൻ്റെ ട്രഡീഷണൽ ഈഴവ വോട്ട് ബാങ്കിനെ, വോട്ട് ഷെയറിനെ നിലനിർത്താൻ CPM-ന് കഴിയുന്നുണ്ടോ? ഇതെല്ലാം തന്നെ ഡ്രസ് റിഹേഴ്സലാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള, പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ ലോക്കൽ ഫാക്ടേഴ്സാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ആത്യന്തികമായ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ആര്യടൻ ഷൗക്കത്ത് UDF-ലായാലും LDF-ലായാലും ആര്യടൻ ഷൗക്കത്ത്, ഈ ആര്യടൻ എന്ന് പറയുന്ന ആ പേര് ഒരു വലിയ ഫാക്ടറായി മാറുമ്പോൾ ഈ PV അൻവറിന്റെ പേര് സൂചിപ്പിച്ചതുപോലെ തന്നെ ആര്യടൻ ഷൗക്കത്തും ഒരു ബ്രാൻഡായി മാറുമോ? ആര്യടൻ മുഹമ്മദിന്റെ ആ ഒരു ലീഗിലേക്ക് ആര്യടൻ ഷൗക്കത്ത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എത്തിയിട്ടില്ല. ആര്യടൻ എന്ന് പറഞ്ഞാൽ A ഗ്രൂപ്പിന്റെ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ വലങ്കൈയായിട്ട് നിന്നുകൊണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഉഗ്രമായ പോരാട്ടം നടത്തിയ ഒരു വീരയോദ്ധാവാണ് ആര്യടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡൈനമിസമോ പാർട്ടിക്കുള്ളിലെ ഒരു തലയെടുപ്പോ ഒന്നും തന്നെ ആര്യടൻ ഷൗക്കത്തിനില്ല. ആര്യടൻ ഷൗക്കത്ത് ശരാശരി കോൺഗ്രസ് നേതാവാണ്, പ്രാദേശിക കോൺഗ്രസ് നേതാവാണ്. ഒരു പാൻ കേരള ഇമേജ് പോലും ഷൗക്കത്തിനില്ല. അദ്ദേഹം മറ്റു മേഖലയിൽ നിന്ന് വരുന്ന ആളുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രഭാവമില്ല. കോൺഗ്രസ് പാർട്ടിയുടെയും UDF-ൻ്റെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും ദയാദാക്ഷിണ്യങ്ങൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരും. അതുകൊണ്ട് ബി ജെ പി പിടിക്കുന്ന വോട്ടുകളും നിർണായകമായി വരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നിലമ്പൂർ മറ്റൊരു രാഷ്ട്രീയ സമവാക്യത്തിനാണോ വഴിതെളിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉദിക്കുന്നത്. മറ്റൊന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് BJPക്ക് മുന്നിലുള്ളത്. സീറ്റ് നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് CPM-ന് മുന്നിലുള്ളത്. എന്നാൽ ആ സീറ്റ് തിരികെ പിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ഇതിൽ ആരുടെ പരീക്ഷണമാണ് വിജയിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. ഇന്ന് നമ്മുടെ ബന്ധത്തിൽ ചേർന്ന താങ്കൾക്ക് നന്ദി. ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡുകൾ അവസാനിക്കുന്നു. നമസ്കാരം.